ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന അപ്പോൾ വിക്രം ഞെട്ടി എണീക്കുകയാണ്. അയ്യോ, സമയം ഇത്ര ആയൊന്ന് ഫോൺ നോക്കുകയാണ്. അപ്പോൾ ഫോണിൽ ജോസഫ് വിളിച്ചിട്ടുള്ളത് വിക്രം അറിയുകയാണ്. എന്നിട്ട് വേദയോട് ചോദിക്കുകയാണ്, നീ കോൾ എടുത്തായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് എന്നെ വിളിക്കാത്ത എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചുണർത്തിയില്ലേ? ഞാൻ പറഞ്ഞു വിക്രം സുഖമായിട്ട് ഉറങ്ങുകയാണ്, പിന്നെ എപ്പോഴെങ്കിലും വിളിക്കാനായിട്ട് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രം വളരെയധികം ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് നന്ദിനി പുറത്തുനിന്ന് വിളിക്കുകയാണ്, എടാ വിക്രം ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറയുകയാണ്. അങ്ങനെ വിക്രം നന്ദിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. നീ ആദ്യം ചെന്ന് നിൻ്റെ മുഖവും വായെല്ലാം കഴുകിയിട്ട് വാ. അപ്പോൾ അങ്ങനെ വിക്രം ചെന്ന് മുഖവും വായെല്ലാം കഴുകിയിട്ട് വരികയാണ്. എന്നിട്ട് നന്ദിനി ചായ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചായ കുടിച്ചപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു കശർപ്പോ വല്ലതും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല നന്ദിനി ഏട്ടത്തി, നല്ല ചായയാണല്ലോ, കുറച്ച് ചൂട് കുറവുണ്ടെന്നേ ഉള്ളെന്ന് വിക്രം പറയുകയാണ്. ആ സമയത്ത് കമലയും അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇന്നലെ നിൻ്റെ തന്ന പായസത്തിൽ പക്ഷേ മയക്കുഗുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവങ്ങളെല്ലാം നന്ദിനി വിവരിച്ച് പറയുകയാണ്. ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ ഇവർ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് ഗർഭമാണെന്ന്, അതിൻ്റെ യാക്കാണ്, അപ്പോൾ കൊതിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറഞ്ഞത്. അത് എനിക്ക് കുട്ടികളുണ്ടാകത്തോണ്ട് ഇവൾ കുത്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീടാണ് അറിയുന്നത് അത് വിക്രമിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെന്നും ഇതിന് കുറച്ച് മുമ്പ് എന്നെ ഇവർ വിഷം തന്ന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പായസം പിടിച്ചു വാങ്ങി കുടിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഞാൻ കുടിച്ച പായസത്തിൽ ഇവർ ഉറക്ക ഗുളിക കലർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വിക്രമിന് തന്ന പായസത്തിന് ഉറക്ക ഗുളിക കലർത്തിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടുമാണ് നമ്മൾ കുടിച്ചത്. അത് ഞാൻ ചോദിക്കാൻ ചെന്നപ്പോൾ ഇവൾ എന്നോട് കുറേ കിടന്ന് ദേഷ്യം കാണിക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മയങ്ങിപ്പോവുകയാണ് ചെയ്തത്. വിനായകേട്ടൻ വിളിച്ചിട്ട് പോലും അറിഞ്ഞില്ല. രാവിലെ ഉണർന്നപ്പോൾ എൻ്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്, എടി കുംഭകർണി നീ ഇത് എന്തൊരു ഉറക്കമാണെന്നൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങേരെ പാട്ടിന് പോയെന്ന് പറയുകയാണ്. അപ്പോൾ വിക്രമിന് ദേഷ്യം കൊണ്ട് വരികയാണ്. വിക്രം വേദയുടെ അടുത്തോട്ട് വരികയാണ്. വേദ ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. നീ ഇന്നലെ എനിക്ക് തന്ന പായസത്തിൽ ഉറക്ക ഗുളിക കലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതേന്ന് വേദയും മറുപടി പറയുകയാണ്. അപ്പോൾ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് കൈ ഓങ്ങുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, എന്നെ തൊട്ട് പോകരുതെന്ന് പറയുകയാണ്. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഉറക്ക ഗുളിക കലക്കി തന്നില്ലായിരുന്നു, ഇന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കുമായിരുന്നു. കേട്ടോ അമ്മ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് വേദ അമ്മയ്ക്ക് നേരെ വരികയാണ്. ഇന്നലെ ഇവർ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ശ്രീകാര്യ ശ്രീനിവാസന് വേണ്ടി ശ്രീധരൻ തേരാട്ടിൽ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകനെ തട്ടിക്കൊണ്ട് പോവുക. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ അയാളെ തട്ടിക്കൊണ്ട് പോയിട്ട് തടവിൽ പാർപ്പിക്കുക, അതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അയാൾ ഒന്നിനും പുറത്തോട്ട് വരരുത്. ശ്രീനിവാസനെതിരെ ഒരുപാട് കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരാൻ പോവുകയാണ് അദ്ദേഹം. അത് ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളൊന്നും ചെയ്യില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും അയാൾ ആക്രമിക്കുക, അടിക്കുക, ഒരു കുത്തിൽ അയാൾ മരിക്കുക ചെയ്ത എല്ലാ കേസും കൊണ്ട് വിക്രമിൻ്റെ പേരിലല്ലേ വരത്തുള്ളൂ. ഇനി ഇത്രയും നാൾ ജയിലിൽ കിടന്ന പോരെ, ഇനി കൊലക്കുറ്റത്തിനും കൂടി ജയിലിൽ കിടക്കണമെന്നൊക്കെ വേദ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും അന്തം വിടുകയാണ്. അപ്പോൾ കമലയ്ക്കും വളരെയധികം വിഷമവും ദേഷ്യമൊക്കെ വരികയാണ്. അപ്പോൾ എന്നിട്ട് വേദ പറയുകയാണ്, അമ്മ ഞാൻ ഇതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമല ഒരു മറുപടിയും പറയുന്നില്ല. എന്നിട്ട് നേരെ വിക്രമിൻ്റെ നേരെ വരികയാണ്. എന്നിട്ട് വിക്രമിൻ്റെ ചെകിടത്തൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, എന്നേക്കാൾ ഒരുപാട് നിൻ്റെ അച്ഛനും കരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നിൻ്റെ ജീവിതത്തിൽ വന്നൊരു കുട്ടിയാണ്, മഹാലക്ഷ്മി പോലെയുള്ളൊരു കുട്ടി, ഇനി അവിടെ കൂടി നിന്നെ കരയിപ്പിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കിനി മടുത്തു, ഇനി എനിക്കൊന്നും സഹിക്കാൻ വയ്യ, ഞാൻ ഒരു പാട്ട് മണ്ണെണ്ണ എടുത്ത് എൻ്റെ ദേഹത്തൊഴിച്ച് ഞാൻ സ്വയം ചത്തൊടുങ്ങുമെന്ന് കമല പറയുകയാണ്. അപ്പോൾ അത് നീ കണ്ട് നിൻ്റെ മനസ്സിൽ ജീവിതകാലം മുഴുവൻ ഒരു ഓർമ്മയായിട്ട് ആ ദുഃഖത്തിൽ നീ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കമല അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഇതൊന്നും നന്ദിനി അറിയുന്നില്ല, ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ വിക്രമവേദ എല്ലാം അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ശ്രീജ ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ സമാധാനമായല്ലോ ഓടിയെന്ന്. അപ്പോൾ നന്ദിനി അയ്യോ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് കമല മുറിയിലിരുന്ന് വളരെയധികം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ അടുത്ത് നിന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ മോളെ നിൻ്റെ ജീവിതം കൂടി നീ നശിക്കുകയാണോ എന്നുള്ള രീതിയിൽ വേദയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ വേദ അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. അമ്മ സമാധാനമായിട്ടിരിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താമെന്നുള്ള രീതിയിൽ കമലയെ സമാധാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ കാണിക്കുന്നത് ഈ കാര്യം ശ്രീനിവാസൻ്റെ വീടാണ്. അപ്പോൾ ശ്രീനിസാറും ഭാര്യയും പുളിയിലും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീനിസാറിൻ്റെ ഭാര്യ പറയുകയാണ്, അവർ ഭാര്യ ഭർത്താവുമല്ലേ, അപ്പോൾ ഈ തട്ടിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ വേദയോടെ പറഞ്ഞു കാണുമെന്ന് അവർ സുധ പറയുകയാണ്. അപ്പോൾ ശ്രീനിസാർ പറയുകയാണ്, ഒരിക്കലും ഇല്ല, അവ അങ്ങനെ പറയില്ല, മാത്രമല്ല അവർ തമ്മിൽ അങ്ങനെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധമില്ലെന്നാണ് വിക്രം എന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും പറയുകയാണ്. അതൊന്നും നോക്കണ്ട, ഞാൻ ശ്രീനേട്ടനോടൊരു കാര്യം വേണ്ട തറപ്പിച്ച് പറഞ്ഞാൽ പിന്നെ ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഇല്ല ചെയ്യില്ല, അതുപോലെയാണ് വിക്രം വേദ എന്ന് പറയുകയാണ്.
ആ സമയത്ത് അവിടെ നിൽക്കുന്ന പുള്ളിയെ ഒരു ഫോൺ കോൾ വരികയാണ്. എന്നിട്ട് അയാൾ മാറി നിന്ന് സംസാരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറയുകയാണ്, സാർ ശ്രീധരൻ തേരാട്ടിൽ എതിരെ SP ഓഫീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. അതായത് മാർക്കറ്റിലെ ചെറുകിട വ്യാപാരികളുടെ കടകൾ കത്തിച്ചതിൽ സാറിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണമായിട്ട് അയാൾ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീധരൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് എന്നല്ലേ എന്നൊക്കെ ശ്രീനിസ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വിക്രം കയറി വരികയാണ്. അപ്പോൾ വിക്രം ആദ്യം തന്നെ ക്ഷമാപണം പറയുകയാണ്, സാർ എന്നോട് ക്ഷമിക്കണം, സോറി, ഇന്നലെ എനിക്ക് അറിയാതെ ഉറങ്ങിപ്പോയതാണ് ഈ പ്രശ്നമൊക്കെ ആയത്. എങ്ങനെ ഉറങ്ങിയെന്നാണ് വിക്രം നീ പറയുന്നത്? നീ ഒരു കാര്യം ഏറ്റെടുത്തല്ലേ? ഇതുവരെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടില്ലല്ലോ. അത് എനിക്ക് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ ശ്രീധരനെ തട്ടിക്കൊണ്ട് പോകുന്ന കേസൊക്കെ അവൾ ഫോണിൽ കൂടി കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ എനിക്ക് പായസത്തിൽ ഉറക്ക ഗുളിക കലക്കി തരികയാണ് ചെയ്തതെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രീനിസാറും പുള്ളിയനും എല്ലാം ചിരിക്കുകയാണ്. ഇതെന്താ സിനിമ കഥയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും ഇന്ന് ആ കേസ് നമുക്ക് നടപ്പാക്കാമെന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ ശ്രീനിസാർ പറയുകയാണ് ഇനി അതിൻ്റെ ആവശ്യമില്ലെന്നും ആ ശ്രീധരൻ SP ഓഫീസിൽ നമുക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അയാളും അത് പരാതിയായിട്ട് മുന്നോട്ട് പോട്ടെ, ഇലക്ഷനൊക്കെ വരെയില്ല, അപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ എനിക്ക് അറിയാമെന്ന് ശ്രീനിസ പറയുകയാണ്. എന്തായാലും നീ പാർട്ടി ഓഫീസിൽ ചെല്ലൂ, അപ്പോൾ ഇനിയിപ്പോൾ നീ എന്തായാലും തൊഴിലാളി സംഘടനയുടെ സെക്രട്ടറി ആവുകയില്ല, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് പറഞ്ഞ് വിക്രമിനെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് പുള്ളിയെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമായിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ വേണ്ട, എങ്കിലും ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് ശ്രീനിസ പറയുകയാണ്. അത് കഴിഞ്ഞ് വേദ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് ശ്രീചേട്ടത്തി വരികയാണ്. അപ്പോൾ അത് വാങ്ങി വെക്കുകയാണ്. എന്നിട്ട് ഫുള്ള് കഴിക്കണം കേട്ടോ വേദ എന്ന് പറയുകയാണ്. ഞാൻ കഴിച്ചോളാം ശ്രീചേട്ടത്തി എന്ന് പറയുകയാണ്. പിന്നെ ഇന്നലെ വേദ വന്ന് പറഞ്ഞില്ലേ വിശ്വേട്ടനോട്, അപ്പോൾ ആ കാര്യങ്ങൾ തന്നെയാണ് വിശ്വേട്ടൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാമെന്ന് വേദ വാക്ക് കൊടുക്കുകയാണ്. നമുക്ക് ഇതുപോലെ തന്നെ വിക്രമിനെ എവിടെയെങ്കിലും തളച്ചിടണം വേദ, അല്ലെങ്കിൽ ആ ശ്രീനിസാൻ്റെ പിടിയിൽപ്പെട്ട് അവൻ്റെ ജീവിതം നശിക്കുമെന്ന് പറയുകയാണ്. എത്രയായാലും എൻ്റെ അനിയനല്ലേ, എനിക്ക് അവൻ്റെ ജീവിതത്തിൽ ഉത്കണ്ഠയുണ്ടെന്ന്, നിങ്ങൾ ഒരുപാട് നാൾ സന്തോഷത്തോടെ കഴിയണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹമെന്ന് ശ്രീജ പറയുകയാണ്. അതിന് നിങ്ങളിങ്ങനെ അടിയും പിടിയായിട്ടൊന്നും നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ വേദ അന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ അങ്ങനെ അടിയും പിടിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും നമുക്കിടയിൽ സ്നേഹമുണ്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല വേദ. അപ്പോൾ പരസ്പരം രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ചില നിമിഷങ്ങൾ വേണം പരസ്പരം. അപ്പോൾ ആ കാട്ടിലകപ്പെട്ട നിമിഷം തന്നെ കണ്ടില്ലേ, നിങ്ങൾക്ക് തമ്മിൽ എന്ത് അടുപ്പവും സ്നേഹമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുപോലൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, ഒരു മാസത്തെ ടൂറിന് വടക്കേണ്ടിയില്ലോ അങ്ങോട്ടൊക്കെ ടൂറിന് പോകണം, അതിനൊന്നും വിക്രം വരില്ലെന്ന് വേദ പറയുകയാണ്. എന്തായാലും എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്നും അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് എന്നെ നടപ്പാക്കുമെന്നൊക്കെ വേദ പറഞ്ഞിട്ട് വേദ ജോലിക്കായി പോവുകയാണ്. അത് കഴിഞ്ഞ് മാഷ് റൂമിലോട്ട് വരുന്ന സമയം കമല കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോൾ മാഷ് ചോദിക്കുകയാണ് എന്താണ് നിനക്ക് പറ്റിയത്? അപ്പോൾ ഇന്ന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ മാഷിനോട് പറയുകയാണ്. ഇവ ഒരു കാലവും നന്നാവില്ലെന്ന് മാഷ് പറയുകയാണ്. ആ ഒരു കുട്ടിയുടെ ജീവിതം കൂടി ഇവൻ കാരണം നശിക്കുമല്ലോ ഈശ്വരാന്ന് മാഷ് പറയുകയാണ്. ഒരു മഹാലക്ഷ്മിയാണ് അവന് ദൈവം കൊടുത്തത്, എന്നിട്ട് അതിൻ്റെ മാറ്റ് കണ്ടറിഞ്ഞ് അവന് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. എല്ലാത്തിനും കാരണം ആ ശ്രീകാര്യ ശ്രീനിവാസനാണ്. അയാൾ ഒടുങ്ങിയാലേ അവനൊരു നല്ല ജീവിതം കിട്ടുകയുള്ളൂ എന്നൊക്കെ മാഷ് പറയുകയാണ്. ഇനി നമ്മൾ എന്താണ് മാഷ് ചെയ്യേണ്ടതെന്ന് കമലയും പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പേർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്